സോ വൺ വെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ക്രിപ്റ്റോയിലൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രിപ്റ്റോ വാലറ്റ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ക്രിപ്റ്റോ വാലറ്റ്സ് എന്താണ്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ വാട്ട് ഈസ് എ ക്രിപ്റ്റോ വാലറ്റ്? ക്രിപ്റ്റോ വാലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോ സ്റ്റോർ ചെയ്യാനും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്രിപ്റ്റോ വാലറ്റ് എന്ന് പറയുന്നത്. ഇതിലെ കീ പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ വാലറ്റ് ശരിക്കും നമ്മളുടെ കോയിൻസ് സ്റ്റോർ ചെയ്യുന്നില്ല. ഇത് സ്റ്റോർ ചെയ്യുന്നത് പ്രൈവറ്റ് കീസ് ആണ്. നമ്മുടെ ക്രിപ്റ്റോയിലേക്കുള്ള ആക്സസ് തരുന്ന പ്രൈവറ്റ് കീസ് ആണ് ക്രിപ്റ്റോ വാലറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ ബാങ്കിങ് ആപ്പിനെ പറ്റി ചിന്തിച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വൽ ക്യാഷ് കാണാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ട്. ഈ സെയിം ഐഡിയ തന്നെയാണ് ക്രിപ്റ്റോ വാലറ്റ്സിലും വരുന്നത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ടൈപ്പ് ഓഫ് വാലറ്റ്സ്. വാലറ്റ്സ് രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് ഹോട്ട് വാലറ്റ്, ഒന്ന് കോൾഡ് വാലറ്റ്. ഹോട്ട് വാലറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ഷൻ ഉള്ള വാലറ്റാണ്. അതായത് നമ്മുടെ മൊബൈൽ ആപ്സിൽ ഉപയോഗിക്കുന്ന വാലറ്റ്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കുന്ന വാലറ്റ്സ്, പിന്നെ നമ്മൾ ക്രോമിലൊക്കെ ബ്രൗസർ എക്സ്റ്റൻഷനായിട്ട് വാലറ്റ് എടുക്കാറുണ്ട്. ഈ വാലറ്റ്സ് എല്ലാം ഹോട്ട് വാലറ്റ്സിൽ വരുന്ന വാലറ്റുകളാണ്. അതായത് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഈ വാലറ്റ്സ് എല്ലാം. മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, ഇങ്ങനെയുള്ള വാലറ്റുകളെല്ലാം ഹോട്ട് വാലറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമുക്ക് നമ്മുടെ കോയിൻസ് ഡെയിലി ആക്സസ് ചെയ്യാനും പിന്നെ ട്രേഡിങ് ചെയ്യാനും ഒക്കെ നമുക്ക് ഹോട്ട് വാലറ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. കോൾഡ് വാലറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഹാർഡ്വെയർ വാലറ്റ്സ് ആണ്. നിങ്ങൾക്ക് ആമസോണിൽ കയറി ലെഡ്ഗർ, ട്രെസർ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർഡ്വെയർ വാലറ്റ്സ് കാണാൻ പറ്റും. അതിൽ ക്രിപ്റ്റോ കറൻസി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ലോങ് ടൈമിലേക്ക് ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് കോൾഡ് വാലറ്റ്സ് ഉപയോഗിക്കുന്നത്. കോൾഡ് വാലറ്റ്സ് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ല, അതുകൊണ്ട് തന്നെ അതൊരു ലോങ് ടൈം ഹോൾഡിങ്ങിന് സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കോൾഡ് വാലറ്റ് എന്ന് പറയുന്നത്. കോൾഡ് വാലറ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാലറ്റാണ് പേപ്പർ വാലറ്റ് എന്ന് പറയുന്നത്. അത് കൈൻഡ് ഓഫ് ഓൾഡ് സ്കൂൾ ആണ്, ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. ഒരു പേപ്പറിൽ നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസിയുടെ അഡ്രസ്സും പ്രൈവറ്റ് കീസും എമൗണ്ടും ഒക്കെ ഉള്ളൊരു പേപ്പർ ഡോക്യുമെൻ്റ് പോലത്തെ ഉള്ളൊരു പേപ്പറാണ്. പേപ്പർ വാലറ്റ്സിൻ്റെ ഉപയോഗം വളരെ കുറവാണ്, ഇപ്പോൾ ഉപയോഗം ഇല്ലയെന്ന് തന്നെ പറയാം. ഒന്നെങ്കിൽ ഹാർഡ്വെയർ വാലറ്റ്സ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഫ്റ്റ്വെയർ വാലറ്റ്സ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ഫോർ എ ക്രിപ്റ്റോ വാലറ്റ്. സോ എന്തിനാണ് നമ്മൾ ക്രിപ്റ്റോ വാലറ്റ് ഉപയോഗിക്കുന്നത്? നോട്ട് യുവർ കീസ്, നോട്ട് യുവർ കോയിൻസ്. അത് 100% സത്യമാണ്. നിങ്ങളിപ്പോൾ ഒരു എക്സ്ചേഞ്ചിൽ ക്രിപ്റ്റോ വാങ്ങി വെക്കുകയാണ്. അത് നിങ്ങളുടെ പക്കലല്ല ഇരിക്കുന്നത്, നിങ്ങളുടെ സെൽഫ് കസ്റ്റഡിയിലല്ല ആ ഒരു ക്രിപ്റ്റോ ഉള്ളത്. അത് എക്സ്ചേഞ്ചിൻ്റെ കയ്യിലാണുള്ളത്. നിങ്ങൾ വാങ്ങുന്ന ക്രിപ്റ്റോ കറൻസി നിങ്ങളുടെ വാലറ്റിലേക്ക് മാറ്റുമ്പോൾ മാത്രമാണ് അത് നിങ്ങളുടേതായി മാറുന്നത്. രണ്ടാമത്തെ കാര്യം സെക്യൂരിറ്റി. എക്സ്ചേഞ്ചസ് ഹാക്ക് ചെയ്യപ്പെടാം. വൺ ഓഫ് ദ വേൾഡ്സ് ലീഡിങ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബൈബിറ്റ് 2 മാസം മുമ്പാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഹാക്ക് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ ക്രിപ്റ്റോയും ആ എക്സ്ചേഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നവർ നമ്മുടെ ക്രിപ്റ്റോയും കൊണ്ടുപോകും, പിന്നെ നമുക്കത് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൈവശമുള്ള ക്രിപ്റ്റോ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ അത് നിങ്ങളുടെ വാലറ്റിലായിരിക്കണം. എക്സ്ചേഞ്ചിലാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലല്ല. ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള വാലറ്റാണ് കോൾഡ് വാലറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഹാർഡ്വെയറിലാണ് നമ്മുടെ ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യുന്നത്. അത് ആർക്കും ഹാക്ക് ചെയ്തുകൊണ്ട് പോകാനും പറ്റില്ല, ആക്സസ് ചെയ്യാനും പറ്റില്ല. മൂന്നാമത്തെ കാര്യമാണ് DeFi ആൻഡ് Web3 ആക്സസ്. നിങ്ങൾക്കൊരു വാലറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡീസെൻട്രലൈസ്ഡ് ആപ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ടോക്കൺസ് സ്വാപ്പ് ചെയ്യാൻ, പിന്നെ NFTs ബൈ ചെയ്യാൻ, ഇതിനെല്ലാം നിങ്ങൾക്കൊരു വാലറ്റ് ആവശ്യമാണ്. സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാലറ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നാണ്. ഒരു ക്രിപ്റ്റോ വാലറ്റ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ യൂസ് ചെയ്യാറുള്ള വാലറ്റ്സുകൾ ട്രസ്റ്റ് വാലറ്റും മെറ്റാമാസ്കുമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ 2 വാലറ്റുകൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വാലറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു മെറ്റാമാസ്ക് വാലറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മെറ്റാമാസ്കിൻ്റെ വാലറ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ആഡ് ടു ക്രോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം മെറ്റാമാസ്ക്. അത് പിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളൊരു ഇൻ്റർഫേസ് വരും. അഗ്രി കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ വാലറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വി വിൽ യൂസ് ദിസ് ഡാറ്റ, അഗ്രി ചെയ്ത് കൊടുക്കുക. ഐ അഗ്രിയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളിവിടെ ഒരു പാസ്വേഡ് കൊടുക്കണം.
പാസ്വേഡ് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് സെക്യൂർ മൈ വാലറ്റ് എന്ന് കാണാം. റെക്കമെൻഡഡ് എന്ന് കൊടുത്തേക്കുന്ന കാണാം ബ്രാക്കറ്റിൽ. അതിൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്യുക. സെക്യൂർ യുവർ വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം റൈറ്റ് ഡൗൺ യുവർ സീക്രട്ട് റിക്കവറി ഫ്രേസ് എന്ന് കാണാം. സീക്രട്ട് റിക്കവറി ഫ്രേസ് എന്താണെന്ന് വെച്ചാൽ ഒരു 12 വേർഡ്സ് ഇവർ തരും. ഈ 12 വേർഡ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ വാലറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും 1 തൊട്ട് 12 വരെ അതേ ഓർഡറിൽ ഈ തരുന്ന വേർഡ്സ് അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് ഈ വാലറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അഥവാ ഈ 12 വേർഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ലോസ്റ്റ് ആയി പോവുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്കോ മെറ്റാമാസ്കിനോ ആർക്കും തന്നെ ഈ ഒരു വാലറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇവിടെ ടിപ്സ് കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. റൈറ്റ് ഡൗൺ ആൻഡ് സ്റ്റോർ ഇൻ മൾട്ടിപ്പിൾ സീക്രട്ട് പ്ലേസസ്. ഞാനിപ്പോൾ എൻ്റെ ഫോണിലെ നോട്ട് പാഡിൽ ഈ 12 വേർഡ്സ് എഴുതി വെക്കുകയാണ്. അങ്ങനെ എഴുതി വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ഡിവൈസാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത്. ഐഫോൺ എങ്ങനെയാണെന്ന് അറിയില്ല. മേ ബി ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഈ 12 വേർഡ്സ് അവർക്ക് സുഖമായിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ 12 വേർഡ്സ് അവർ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്രിപ്റ്റോ ലോസ് ആയി പോകും. അവർ നിങ്ങളുടെ ക്രിപ്റ്റോയും കൊണ്ട് പോകും. അതുകൊണ്ട് പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക എന്നാണ് ടിപ്സ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്നതും കാണാം നമുക്ക്. മേക്ക് ഷുവർ നോബഡി ഈസ് ലുക്കിംഗ്. ഇതിലേക്ക് ആരെങ്കിലും നോക്കിയിരിപ്പുണ്ടെങ്കിൽ അവർ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ക്രിപ്റ്റോയും കൊണ്ട് പോകും. ഇതിന് താഴെയായിട്ടുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സീക്രട്ട് ഫ്രേസ് അവർ റിവീൽ ചെയ്യുന്നതാണ്. അതിനുശേഷം ഇത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അടുത്ത സ്റ്റെപ്പിൽ അവർ ഇതിൽ ഇടയ്ക്കൊന്ന് ഏതെങ്കിലും 2-3 വേർഡ്സ് ഒക്കെ നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ആവുക. ഓക്കെ, സീക്രട്ട് റിക്കവറി ഫ്രേസ് കൺഫേം ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മൾ അത് നോട്ട് ഡൗൺ ചെയ്തോ എന്ന് അവരൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇടയ്ക്ക് നിന്നുള്ള 2-3 വേർഡ്സ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 3-ാമത്തെ വേർഡ്, 4-ാമത്തെ വേർഡും 8-ാമത്തെ വേർഡും ചോദിക്കുന്നുണ്ട്. ആ ഒരു വേർഡ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. അതോടെ നമ്മുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആവും. ഓക്കെ, കൺഫേം കൊടുത്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്, ഡൺ. Your MetaMask install is complete. Next, done. ഓക്കെ, നമ്മുടെ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മെറ്റാമാസ്ക് വാലറ്റ് സെറ്റപ്പ് ചെയ്തു. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ചിൽ നമ്മൾ വാങ്ങുന്ന ക്രിപ്റ്റോ കറൻസി എങ്ങനെ എക്സ്ചേഞ്ചിൽ നിന്ന് ഈ ഒരു വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചിലേക്ക് ഞാൻ വരികയാണ്. ബിങ്ങെക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എക്സ്ചേഞ്ചിൽ ബൈ ചെയ്ത ക്രിപ്റ്റോ കറൻസി എങ്ങനെ നമ്മുടെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് വന്നു. എക്സ്ചേഞ്ചിൽ വന്നിട്ട് ഇതിൽ ഞാൻ ഒരു 0.01 BNB വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഈ വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ബൈ ചെയ്ത BNB ആണ്. ഞാൻ എൻ്റെ ക്രിപ്റ്റോ എല്ലാം വാലറ്റിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. എക്സ്ചേഞ്ചിൽ ഒരിക്കലും ക്രിപ്റ്റോ കീപ്പ് ചെയ്യാറില്ല ഞാൻ. അപ്പോൾ 0.01 BNB ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ BNB എനിക്ക് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. വിഡ്രോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ കറൻസി ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ BNB എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ BNB സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓൺ ചെയിൻ ട്രാൻസ്ഫർ ആണ് നമ്മൾ നടത്തുന്നത്. നെറ്റ്വർക്ക് BNB നെറ്റ്വർക്ക് വഴിയുള്ള ഒരു ട്രാൻസ്ഫർ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഓൺ ചെയിൻ സെലക്ട് ചെയ്യുക. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഈ ബിങ്ങെക്സിലുള്ള വേറൊരു അക്കൗണ്ടിലേക്ക് തന്നെ ക്രിപ്റ്റോ അയക്കുന്നതിനാണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് 0 ഫീസൊക്കെയാണ്. ഓൺ ചെയിൻ എടുക്കുക. നമുക്ക് ഓൺ ചെയിൻ ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നെറ്റ്വർക്ക് BNB ആണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ BNB സ്മാർട്ട് ചെയിൻ സെലക്ട് ചെയ്യുക. വിഡ്രോവൽ അഡ്രസ് BNB സ്മാർട്ട് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫീസ് ഏകദേശം 25 രൂപ ഈ ഒരു ട്രാൻസ്ഫറിൽ ഫീസ് വരും. അതാദ്യം മനസ്സിലാക്കുക. പിന്നീട് വിഡ്രോവൽ അഡ്രസ്. ഈ വിഡ്രോവൽ അഡ്രസ്സിനാണ് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മെറ്റാമാസ്ക് വാലറ്റിലേക്ക് വരിക.
എന്നിട്ട് BNB ആണ് ഞാൻ റിസീവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഇഥേറിയം മെയിൻ നെറ്റിലാണ് കിടക്കുന്നത്. ഈ ഒരു ഇഥേറിയം മെയിൻ നെറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ BNB സ്മാർട്ട് ചെയിനിലേക്ക് നെറ്റ്വർക്ക് മാറ്റുക. ഇപ്പോൾ കണ്ട് ഇവിടെ കാണാം BNB സ്മാർട്ട് ചെയിൻ ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഇവിടേക്ക് നമുക്ക് റിസീവ് ആണ് ചെയ്യേണ്ടത്. ക്രിപ്റ്റോ റിസീവ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ റിസീവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു അഡ്രസ്സ് കാണിക്കും. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ ക്രിപ്റ്റോ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യുക. കോപ്പി അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് എക്സ്ചേഞ്ചിലേക്ക് ചെല്ലുക. എക്സ്ചേഞ്ച് ചെയ്തിട്ട് വിഡ്രോവൽ അഡ്രസ്സിൻ്റെ അവിടെ ഈ ഒരു അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വിഡ്രോവൽ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തതിന് ശേഷം വിഡ്രോവൽ എമൗണ്ട് മിനിമം 0.01 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 0.01 BNB ഉണ്ട്. ആ 0.01 BNB നമ്മളിവിടെ, അല്ലെങ്കിൽ ഓൾ കൊടുത്താലും മതി. ഓക്കെ, അതിനുശേഷം വിഡ്രോവൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ വരും, വിഡ്രോവൽ കൺഫർമേഷൻ. അത് കൺഫേം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫണ്ട്, പാസ്വേഡ്, ഇമെയിൽ വെരിഫിക്കേഷൻ, ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് വേറെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുകയാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മൾ തന്നെയാണ് വിഡ്രോ ചെയ്യുന്നത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ഫണ്ട്, പാസ്വേഡ്, ഇമെയിൽ വെരിഫിക്കേഷൻ, ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൻ്റെ കോഡ് ഇതെല്ലാം ചോദിക്കുന്നത്. ഇതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് വിഡ്രോവൽ റിക്വസ്റ്റ് സബ്മിറ്റഡ് എന്നൊരു പോപ്പ് ഔട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്യുക. ഞാൻ സേവ് ചെയ്യുന്നില്ല. നമ്മുടെ വാലറ്റിലേക്ക് ആ ഒരു BNB വിഡ്രോ റിസീവ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണുന്നുണ്ട് BNB 0.01 ആണ് സെൻഡ് ചെയ്തത്. 0.01 BNB ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ വാലറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് തിരിച്ച് ക്രിപ്റ്റോ നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് വാലറ്റിൽ നിന്ന് സെല്ല് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് ആ ഒരു ക്രിപ്റ്റോ സെൻഡ് ചെയ്യും. എന്നിട്ട് എക്സ്ചേഞ്ച് വഴിയേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് എങ്ങനെയാണ് ക്രിപ്റ്റോ സെൻഡ് ചെയ്യുന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം സെൻഡിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഏത് അഡ്രസ്സിലേക്കാണോ ക്രിപ്റ്റോ റിസീവ് ചെയ്യാൻ പോകുന്നത് ആ അഡ്രസ്സാണ് ഇവിടെ ടു അഡ്രസ്സായിട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ തിരിച്ച് എക്സ്ചേഞ്ചിലേക്ക് പോകണം. എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ വിഡ്രോ ആണ് കൊടുത്തത്, ഇപ്പോൾ ഡെപ്പോസിറ്റ് കൊടുക്കുക. ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് USDT ആണ് നമ്മൾ വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ USDT സെലക്ട് ചെയ്യുക. USDT സെലക്ട് ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. നെറ്റ്വർക്ക് നമ്മൾ BNB സ്മാർട്ട് ചെയിൻ വഴിയാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ക്രിപ്റ്റോ വാലറ്റിൽ BNB ചെയിനിലാണ് USDTയും BNBയും ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ആ USDT എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ BNB സ്മാർട്ട് ചെയിൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു അഡ്രസ്സ് കാണിക്കും, ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഇവിടെ കോപ്പി ചെയ്യുന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം വാലറ്റിലേക്ക് വരിക. വാലറ്റ് വന്നിട്ട് ടു അഡ്രസ്സായിട്ട് ഈ ഒരു അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം BNB സ്വിച്ച് ചെയ്ത് USDTയിലേക്ക് ആക്കുക. USDTയിലേക്ക് ആക്കിയതിന് ശേഷം മാക്സിമം കൊടുക്കുക. നമ്മൾ 3 USDT ആണ് വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ എടുത്തിട്ട് ഇവിടെ നെറ്റ്വർക്ക് ഫീ ആയിട്ട് ചിലവാകുന്നത് 0.002 BNB ആണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ കൺഫേം കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഫീ എന്ന് പറയുന്ന ഒരു ഫീ ഉണ്ട്. ഓക്കെ, ഇതിന് ഗ്യാസ് ഫീ എന്ന് പറയും. കാരണം നമ്മുടെ വാലറ്റിൽ ഇത്രയും BNB ഉണ്ടായിരിക്കണം. 0.0002 BNB ഉണ്ടായിരിക്കണം. ഈ ഒരു നെറ്റ്വർക്ക് ഫീ ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ വാലറ്റിൽ എപ്പോഴും BNB ഉണ്ടായിരിക്കണം. BNB നെറ്റ്വർക്ക് വഴി ക്രിപ്റ്റോ സെൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു വാലറ്റിൽ BNB ബാലൻസ് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ BNB ആദ്യം സെൻഡ് ചെയ്തത് വാലറ്റിലേക്ക്. ഓക്കെ, അപ്പോൾ കൺഫേം കൊടുക്കുക. ഓക്കെ, നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട്
ചെക്ക് ചെയ്ത് നോക്കാം ട്രാൻസാക്ഷൻ വന്നോ എന്നുള്ളത്. എക്സ്ചേഞ്ചിലേക്ക് ആ ഒരു USDT ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് നോട്ടിഫിക്കേഷനിൽ നോക്കിയാൽ കാണാം ഡെപ്പോസിറ്റ് ഇൻ പ്രോഗ്രസ്. ഇതിലേക്ക് ഡെപ്പോസിറ്റ് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അയച്ച 3 USDT നമ്മുടെ എക്സ്ചേഞ്ചിലെ ബാലൻസിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെൻഡ് ചെയ്യുന്ന എങ്ങനെയാണ്, റിസീവ് ചെയ്യുന്ന എങ്ങനെയാണ് എല്ലാം നമ്മൾ നോക്കി. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാലറ്റിലേക്ക് എങ്ങനെയാണ് ക്രിപ്റ്റോ സെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വാലറ്റിൽ നിന്ന് തിരിച്ച് എക്സ്ചേഞ്ചിലേക്ക് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വാലറ്റ് സേഫ്റ്റി ടിപ്സും കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ സീക്രട്ട് റിക്കവറി ഫ്രേസ് ഒരിക്കലും ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. ഈ ഓൺലൈൻ സപ്പോർട്ട് ടീംസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവർ, അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു സീഡ് ഫ്രേസ് ആർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ ഓരോ വെബ്സൈറ്റിലേക്കൊക്കെ ഈ ഒരു വാലറ്റ് കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചൊക്കെ വരുന്ന സമയത്ത് ഈ വാലറ്റ് നമ്മൾ ഓരോ വെബ്സൈറ്റിലേക്കൊക്കെ കണക്ട് ചെയ്യും. ഈ ഒരു മെറ്റാമാസ്കിൻ്റെ തന്നെ ഇപ്പം നമ്മളെടുത്ത ആ ഒരു എക്സ്റ്റൻഷൻ പല വെബ്സൈറ്റുകളിലും അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ്സ് ജെന്യുവിൻ ആണോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. ലാർജ് എമൗണ്ട് ഓഫ് ക്രിപ്റ്റോ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഹാർഡ്വെയർ വാലറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ലോങ് ടൈമിലേക്ക് ഒരു 5-10 വർഷത്തേക്ക് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ക്രിപ്റ്റോ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹാർഡ്വെയർ വാലറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സീഡ് ഫ്രേസിന് ബാക്കപ്പുകൾ ഒരുപാട് വെക്കുക. 2-3 സ്ഥലത്ത് എഴുതി സൂക്ഷിക്കുക. നിങ്ങളുടെ ഫയലിലോ പേഴ്സിലോ ഒക്കെ എഴുതി സൂക്ഷിക്കുക. ഫോണിൽ സേവ് ചെയ്ത് വെക്കാതെ ഇരിക്കുക. സോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിപ്റ്റോ വാലറ്റ് ഗൈഡായിരുന്നു നമ്മളുടെ ഈ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. സോ ഇപ്പോൾ കോമൺലി കണ്ടുവരുന്ന ഒരു സ്കാമിൻ്റെ ഒരു അവയർനെസ് തരാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാനിത് ഒരാഴ്ച മുമ്പ് ഇട്ടൊരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ കമൻറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഒരു കമൻറ്റ് കാണാം: ഗ്രേറ്റ് വീഡിയോ, താങ്ക്സ് ഫോർ ഷെയറിങ്, കുഡ് യു ഹെൽപ്പ് മീ വിത്ത് സംതിങ് അൺറിലേറ്റഡ്. ഇങ്ങനെ വന്നിട്ട് അവരുടെ വാലറ്റിൻ്റെ ഈ ഒരു സീഡ് ഫ്രേസ് ഇവിടെ തരും. ഈ ഒരു സീഡ് ഫ്രേസ് ഇവിടെ തന്നിട്ട് അവരുടെ അക്കൗണ്ടിൽ USDT ഉണ്ട്, അതൊന്ന് വിഡ്രോ ചെയ്ത് തരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് സീഡ് ഫ്രേസ് കാണുമ്പോഴത്തേക്ക് വിചാരിക്കും സീഡ് ഫ്രേസ്, ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് സീഡ് ഫ്രേസ് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുതെന്ന്. അപ്പം ഇവരിവിടെ കൊണ്ടുവന്ന് സീഡ് ഫ്രേസ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ബിഗിനേഴ്സ് വിചാരിക്കും ഈ സീഡ് ഫ്രേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ വാലറ്റിൽ കയറി ഉള്ള പൈസ എല്ലാം എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഇവരുടെ വാലറ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. OKX വാലറ്റാണ്. നമ്മൾ മെറ്റാമാസ്ക് വാലറ്റ് എടുത്തതുപോലെ വേറൊരു വാലറ്റാണ് OKX വാലറ്റ്. അപ്പോൾ ഈ ഒരു OKX വാലറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്തൊരു 500-600 USDT ഒക്കെ കാണും ഡെപ്പോസിറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സീഡ് ഫ്രേസ് ഉപയോഗിച്ച് അതിൽ കയറിയിട്ട് ഈ USDT അതിൽ നിന്ന് റിസീവ് ചെയ്ത് നമ്മുടെ എക്സ്ചേഞ്ചിലെ അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് ഫീ ഉണ്ട്. ഓരോ ട്രാൻസാക്ഷനും അതിൻ്റെ ഗ്യാസ് ഫീ ഉണ്ട്. അപ്പം നമ്മൾ അത് സെൻഡ് ചെയ്യാനായിട്ട് അതിലേക്ക് ഗ്യാസ് ഫീ കുറച്ചിടണം. അപ്പം നമ്മൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് ഈ ഗ്യാസ് ഫീ കുറച്ച് ഈ ഒരു വാലറ്റിലേക്ക് അയക്കും. ഗ്യാസ് ഫീ ഒക്കെ അയച്ചു കൊടുത്തിട്ട് നമ്മൾ USDT വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് പണി കിട്ടുക. ആ ഒരു വാലറ്റിൽ നിന്ന് ആ ഒരു വാലറ്റിൽ റിസീവിങ് ഓപ്ഷൻ മാത്രമേ അവർ ഇനേബിൾ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കുള്ളൂ. സെൻഡിങ് ഓപ്ഷൻ അതിൽ കാണില്ല. ഈ ഒരു സെൻഡ് നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് നഷ്ടം ആ ഒരു ഗ്യാസ് ഫീ മാത്രമാണെങ്കിലും ഇവർ ഇങ്ങനെ പലരുടെ ഗ്യാസ് ഫീ ആയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഈ ബിഗിനേഴ്സിനെ പറ്റിച്ചിട്ട്. അപ്പോൾ ഈ ഒരു സ്കാമിനെ പറ്റി ഒരു അലർട്ട് തരാനായിട്ട് വന്നതാണ്. അപ്പോൾ ശരി.